ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രൂഷൻ അലാം സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സെൻസറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഗ്ലാസ് ബ്രേക്ക് സെൻസറിനെ നമ്മൾ ജനറലായിട്ട് അറിയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അതുപോലെ ഇതുപോലെയുള്ള സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1970-80 കാലഘട്ടങ്ങളിലാണ് ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്യുന്നത്. അന്ന് ഇത് ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ സെൻസർ ആയിരുന്നു. വൈബ്രേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ, ചില്ല് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ആ ടൈപ്പ് സെൻസറുകൾ അന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ അങ്ങനെയല്ല. ഓഡിയോ സൗണ്ട് ഡിസ്ക്രിമിനേറ്റേഴ്സ് ആയിട്ടാണ് അവ വർക്ക് ചെയ്യുന്നത്. അതായത് ശബ്ദത്തെ തിരിച്ചറിയാനുള്ള കഴിവ് അതിനുണ്ട്. അതായത് ഒരു ചില്ല് പൊട്ടുന്ന സമയത്ത് ഒരു ഷാറ്ററിങ് സൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇമ്പാക്റ്റ് സൗണ്ട് ഉണ്ടാവും. ആദ്യം ഞാൻ പറയേണ്ടിയിരുന്നത് ഷാറ്ററിങ് സൗണ്ട് അല്ല, ഇമ്പാക്റ്റ് സൗണ്ട് തന്നെയാണ്. കാരണം ഒരു ചില്ല് പൊട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണം. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ ഫ്രീക്വൻസി സൗണ്ടാണ്. ഈ ഷാറ്ററിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ചില്ല് ഇങ്ങനെ പൊട്ടി വീഴുന്ന വെച്ചാൽ അത് ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ലോ ഫ്രീക്വൻസി സൗണ്ടും ഹൈ ഫ്രീക്വൻസി സൗണ്ടും തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ പറയുന്ന സെൻസറുകൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സെൻസറുകൾക്കുള്ളിൽ ഒരു ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഗ്ലാസ് ബ്രേക്ക് സെൻസർ ഹിക്യൂഷിൻ്റെ ഗ്ലാസ് ബ്രേക്ക് സെൻസറാണ്. ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസറിന് 8 മീറ്റർ ദൂരെ പൊട്ടുന്ന ചില്ല് വരെ തിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസർ വയ്ക്കുന്നതിൻ്റെ മാക്സിമം ദൂരപരിധി 8 മീറ്റർ ആയിരിക്കണം. 120 ഡിഗ്രി ആംഗിൾ വരെ ഇതിന് കവറേജ് ഉണ്ട്. ഇനി ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ പിടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അത് തീർച്ചയായിട്ടും ഗ്ലാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഒരു കാരണവശാലും ചില്ലിൽ കൊണ്ടുവന്നിട്ട് ഗ്ലാസ് ബ്രേക്ക് സെൻസർ വെക്കാൻ പാടില്ല. ഗ്ലാസ് ബ്രേക്ക് സെൻസറുകളെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പിൽ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളൊരു കർട്ടൻ ഇട്ടിട്ട് ഈ ഗ്ലാസ് ബ്രേക്ക് സെൻസർ പുറകിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി വളരെയധികം കുറഞ്ഞു പോകും, അല്ലേ? അതിന് ഡിറ്റക്ഷൻ പവർ അന്നേരം കുറഞ്ഞു പോകും. ഇപ്പം നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ഹിക്യൂഷിൻ്റെ ആ ഒരു ഗ്ലാസ് ബ്രേക്ക് സെൻസറിന് 2.4 mm മുതൽ 6.4 mm വരെ ഉള്ള ചില്ല് പൊട്ടുമ്പോഴുള്ള സൗണ്ട് മാത്രമേ ഡിക്റ്ററ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എല്ലാ സെൻസറുകളും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഗ്ലാസിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സെൻസറിനകത്തും ഡിഫറൻസ് ഉണ്ടാവും. എല്ലാ ചില്ല് പൊട്ടുന്ന ശബ്ദവും ഈ സെൻസറുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. വയർലെസ് സെൻസറുകളും വയേർഡ് സെൻസറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വയർലെസ് സെൻസറുകളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അത് ബാറ്ററിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. വളരെ ചെറിയ ഇതേപോലെയുള്ള ബാറ്ററികളാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് ഒരു 6 മാസം മുതൽ 1 ഇയർ വരെയൊക്കെ ആവറേജ് യൂസിൽ നമുക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻറ്റൻസ് യൂസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ബാക്കപ്പ് അത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും കൺട്രോൾ പാനലിൽ എത്രത്തോളം ശതമാനം ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും. ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ നമുക്ക് സീലിംഗ് മൗണ്ടായിട്ടും ഇൻസ്റ്റലേഷൻ ചെയ്യാം, അതുപോലെ തന്നെ വാൾ മൗണ്ടായിട്ടും ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ഗ്ലാസ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അത് വെക്കാൻ വേണ്ടി നോക്കുക. ഏത് സെൻസറിനാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡിറ്റക്ഷൻ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ ഇൻഡോർ യൂസിനുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ ബാത്റൂംസിലൊന്നും തന്നെ ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ ഇൻസ്റ്റലേഷൻ ചെയ്യരുത്. അവിടെയുള്ള ഹ്യൂമിഡിറ്റി ആ ഗ്ലാസ് ബ്രേക്ക് സെൻസറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും, അതായത് കംപ്ലൈൻ്റ് ആക്കി കളയും. അതുപോലെ തന്നെ കിച്ചണിലേക്കും, നമ്മൾ എപ്പോഴും ഗ്ലാസുമായിട്ട് ഇടപെടുന്ന കിച്ചണിലേക്കും ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ അത്രമാത്രം റെക്കമെൻഡഡ് അല്ല. ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്ലാസ് ബ്രേക്ക് സെൻസറുകൾ വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് പുതിയൊരു സെൻസറിനെ പരിചയപ്പെടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.